കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോഴുള്ള നേതാക്കളിൽ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ ആരെ എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ. വടകര എം പിയായ ഷാഫി പറമ്പിൽ. പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് 3 വട്ടം നിയമസഭയിലേക്കും ഇപ്പോൾ വടകരയിൽ നിന്ന് ലോക്സഭയിലേക്കും താരതമ്യേന ചെറിയ പ്രായത്തിനിടയിലാണ് ഷാഫി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്നത് ഇയാളുടെ ജനകീയതയുടെ നേർസാക്ഷ്യമാണ്. ഒരു ന്യൂനപക്ഷ സമുദായ അംഗമായിരുന്നിട്ട് കൂടിയും ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ സർവ്വസ്വീകാര്യനും കേരളത്തിലെ കോൺഗ്രസിന്റെ മതേതര മുഖവുമായി ഷാഫി മാറിയിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വടകര പോലൊരു മണ്ഡലത്തിൽ കെ ശൈലജയെ പോലെ കരുത്തയായ ഒരു നേതാവിനെതിരെ ഷാഫി നേടിയെടുത്ത 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷം. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ജനകീയ നേതാവായ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിൻഗാമിയായി വരാനിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയായും ഷാഫി പറമ്പിലിനെ സ്വപ്നം കാണുന്ന, അല്ലെങ്കിൽ ഷാഫിയെ പ്രതിഷ്ഠിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഷാഫിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയൊരു കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വിശ്വസ്ത അനുയായിയും സഹയാത്രികനുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ലൈംഗിക അപവാദ ആരോപണങ്ങൾ. ഈ ആരോപണങ്ങളെക്കുറിച്ച് ഷാഫിക്ക് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നിട്ടും അവ അവഗണിച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിൽ രാഹുലിനെ സംരക്ഷിച്ചുവെന്നും കൈപിടിച്ചുയർത്തി എന്നുള്ള ആരോപണങ്ങളാണ് ഷാഫിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. പൊതുവിൽ ജനങ്ങളെയും മാധ്യമങ്ങളെയും അഭിമുഖീകരിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഷാഫി പറമ്പിലിനെ ഈ ആരോപണങ്ങൾ ആദ്യഘട്ടത്തിൽ ഉലച്ചു കളഞ്ഞിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആരോപണങ്ങൾ ഉയർന്ന് പിറ്റേ ദിവസം ഡൽഹിയിലെ ഫ്ളാറ്റിൽ മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാൻ കഴിയാതെ ഷാഫി ഒരു ദിവസം മുഴുവൻ മുറി അടച്ചിട്ടിരുന്നത്. പിന്നീട് മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ അന്നേ ദിവസം വൈകുന്നേരം ബീഹാറിലേക്ക് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയിൽ പങ്കെടുക്കുവാൻ ഷാഫി പോയതിനെ ഇടതനുകൂല സൈബർ പ്രൊഫൈലുകളും കേരളത്തിലെ ചില മാധ്യമങ്ങളും ഒളിച്ചോട്ടമായിട്ടാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. പിന്നീട് കേരളത്തിലേക്ക് മടങ്ങിയെത്തിയ അവസരത്തിൽ വിമാനത്താവളത്തിൽ വെച്ചും മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴും ഷാഫി നൽകിയ പതുങ്ങിയ പ്രതികരണങ്ങൾ ഷാഫിയും അങ്കലാപ്പിലാണെന്ന പ്രതീതി സൃഷ്ടിക്കുവാൻ ചില മാധ്യമങ്ങൾ ബോധപൂർവം വിനിയോഗിച്ചു. എന്നാൽ സ്വന്തം തട്ടകമായ വടകരയിലേക്ക് ഷാഫി മടങ്ങിയെത്തിയതോടെ അദ്ദേഹത്തിന്റെ വിശ്വരൂപമാണ് പിന്നെ കാണാനായത്. അവിടെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തു മടങ്ങുകയായിരുന്ന ഷാഫി പറമ്പിലിനെ വഴിയിൽ തടയാനെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അദ്ദേഹത്തിന് നേരെ അധിക്ഷേപ പരാമർശങ്ങളും അശ്ലീല പരാമർശങ്ങളും നടത്തിയപ്പോൾ സഹിക്കാൻ കഴിയാതെ വാഹനത്തിന്റെ ഡോർ തുറന്ന് നെഞ്ചും വിരിച്ച് പ്രവർത്തകർക്കിടയിലേക്ക് ചെല്ലുന്ന ഷാഫി പറമ്പിലിനെ നാം കണ്ടു. നായെ പട്ടി എന്നൊക്കെ വിളിച്ചാൽ കേട്ടിട്ട് പോകുവാൻ കഴിയുന്ന ആളല്ല താൻ എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ഷാഫിയുടെ മിന്നും പ്രകടനം അവിടെ നടന്നത്. ഷാഫിയെ പോലെ ആണൊരുത്തൻ നെഞ്ചും വിരിച്ചിറങ്ങി തിരികെ കോഡ് ചോദിച്ചപ്പോൾ കേരളത്തിലെ കുട്ടി സഖാക്കൾ, ഡിവൈഎഫ്ഐ കുട്ടി സഖാക്കൾ മിണ്ടാട്ടം മുട്ടി നിൽക്കുന്നതും മാധ്യമ ക്യാമറകളിലൂടെ കേരളം മുഴുവൻ കണ്ട കാഴ്ചയാണ്. ഇവിടം കൊണ്ടും ഷാഫി തന്റെ പ്രകടനം അവസാനിപ്പിച്ചില്ല. അന്നേ ദിവസം വൈകുന്നേരം തന്നെ സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ജനകീയ മാർച്ചും ഷാഫി പറമ്പിൽ എന്ന യുവ നേതാവ് സ്വന്തം മണ്ണിൽ സംഘടിപ്പിച്ചു. വടകര അങ്ങാടിയിൽ ഇറങ്ങി നടക്കുവാൻ തനിക്ക് ഒരുത്തന്റെയും ചീട്ടിന്റെ ആവശ്യമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഷാഫി മുന്നോട്ട് പോയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരുന്ന കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് ക്യാമ്പുകൾക്ക് ഷാഫി നടത്തിയ ഈ പ്രകടനം തിരിച്ചുവരവിനുള്ള ഊർജമാണ് പകർന്നു നൽകിയത് എന്നുകൂടി നാം ഓർക്കണം. ഈ ഊർജത്തിൽ നിന്ന് ആവാഹിച്ച ശക്തിയിൽ തന്നെയാണ് ഒരു സംസ്ഥാന അധ്യക്ഷൻ ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലും ഷാഫിയെ വഴിയിൽ തടഞ്ഞതിനെതിരെ നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തലസ്ഥാന നഗരിയിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് അക്രമാത്സുകമായ പ്രകടനം നടത്തിയതും തങ്ങളെ അടിച്ചമർത്തുവാനെത്തിയ പോലീസിന് നേരെ തീപ്പന്തങ്ങൾ ഉപയോഗിച്ച് ആക്രമണങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഷാഫി പറമ്പിൽ കളത്തിൽ സജീവമായതോടെ രാഹുൽ മാങ്കൂട്ടം വിവാദമുയർന്നപ്പോൾ അയാളെ തള്ളിപ്പറഞ്ഞിരുന്ന കെ രമ ഉൾപ്പെടെയുള്ള നേതാക്കൾ നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ ഷാഫിക്കെതിരെയുള്ള CPM DYFI നീക്കത്തിൽ പ്രതിഷേധിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ഇരച്ചെത്തിയത് UDF ക്യാമ്പിന് തന്നെ ഒന്നാകെ ആവേശം പറന്ന ഒരു വിഷയമാണ്. എന്നാൽ ഇവിടം കൊണ്ടൊന്നും ഷാഫി അവസാനിപ്പിക്കില്ല എന്ന കൃത്യമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രാഹുൽ മാങ്കൂട്ടം ലൈംഗിക വിവാദം ആളിക്കത്തിച്ചതും രാഹുലിനെ ചാരി ഷാഫിയെ ലക്ഷ്യമിട്ടതും റിപ്പോർട്ടർ ചാനലായിരുന്നു. എന്നാൽ റിപ്പോർട്ടർ ചാനൽ ഈ വിഷയത്തിൽ കാണിച്ചിട്ടുള്ള അമിതാവേശം വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ അപലപനീയമാണ് എന്ന് സൂചിപ്പിക്കുന്ന ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റിപ്പോർട്ടർ ചാനലിൽ മുതിർന്ന വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ വരെ സഹപ്രവർത്തകരിൽ നിന്ന്, ചാനൽ മേധാവികളുടെ പ്രിയപ്പെട്ടവരായ മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ നിന്ന് ലൈംഗിക അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളെയും കേരള രാഷ്ട്രീയത്തെയും പിടിച്ചുകുലുക്കുന്നത്.
റിപ്പോർട്ടർ ചാനലിലെ തന്നെ വനിതാ ജീവനക്കാരും മുൻ വനിതാ ജീവനക്കാരുമാണ് ഈ വെളിപ്പെടുത്തലുകളുമായി സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തിയിട്ടുള്ളത്. ഇവർ പറയുന്നത് തങ്ങൾക്ക് ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നു എന്ന് മാത്രമല്ല, ഇതിനെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ ചാനൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ശിക്ഷാ നടപടികൾ ഉണ്ടായിട്ടുണ്ട് എന്നുമാണ്. റിപ്പോർട്ടർ ചാനലിനെതിരെ സമൂഹ മാധ്യമത്തിൽ, കൃത്യമായി പറഞ്ഞാൽ ഫേസ്ബുക്കിൽ, ആദ്യ വെടിപൊട്ടിച്ചത് കോട്ടയത്തും തിരുവനന്തപുരത്തും എഡിറ്ററായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള അഞ്ജന അനിൽകുമാറാണ്. ഡെപ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട് ന്യൂസ് ഡെസ്കിൽ എത്തിയ തനിക്ക് ഒരു രാത്രിയിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകനിൽ നിന്ന് റിപ്പോർട്ടർ ചാനലിൽ വെച്ച് മോശമായ അനുഭവം ഉണ്ടായി എന്നും അന്ന് പ്രതികരിക്കുവാൻ കഴിയാതിരുന്ന താൻ പിറ്റേന്ന് തന്നെ ചെന്ന് പരസ്യമായി പ്രതികരിച്ചുവെന്നും അയാളെ കൈകാര്യം ചെയ്തുവെന്നുമാണ് അഞ്ജന ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. പിന്നീട് തനിക്ക് മെഡിക്കൽ എമർജൻസി ഉണ്ടായിട്ടും സിക്ക് ലീവ് അനുവദിക്കാത്ത മാനേജ്മെന്റിന്റെ നടപടി ഈ മുതിർന്ന മാധ്യമ പ്രവർത്തകനെതിരെ നിലപാടെടുത്തതുകൊണ്ടും ലൈംഗിക അതിക്രമത്തിനെതിരെ പ്രതികരിച്ചതുകൊണ്ടുമുള്ള ശിക്ഷാ നടപടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ അഞ്ജന അനിൽകുമാർ പിന്നീട് ഒരു നിമിഷം പോലും ആ സ്ഥാപനത്തിൽ തുടരാതെ രാജിവെച്ചൊഴിയുകയായിരുന്നു എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. അഞ്ജനയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ തനിക്കും റിപ്പോർട്ടർ ചാനലിൽ വെച്ച് ഉണ്ടായ സമാനമായ ദുരനുഭവം പങ്കുവെച്ചുകൊണ്ട് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ടർ ചാനലിലെ എഡിറ്ററായ വീണ ചന്ദും രംഗത്തെത്തി. തൊഴിൽ സ്ഥലത്തെ ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്ന ദുരനുഭവമാണ് തനിക്കുണ്ടായത് എന്ന് വീണ ചന്ദ് വ്യക്തമാക്കുന്നുണ്ട്. ഇവരുടെ കമന്റിൽ ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഈ അതിക്രമത്തിനെതിരെ താൻ മാനേജ്മെന്റിൽ പരാതിപ്പെടുമെന്ന നയസമീപനം സ്വീകരിച്ചപ്പോൾ തന്റെ സഹപ്രവർത്തകർ തന്നെ നിരുത്സാഹപ്പെടുത്തിയെന്നാണ്. എന്നിട്ടും ഇവർ മാനേജ്മെന്റിനെ സമീപിക്കുകയും അതിക്രമിക്കെതിരെ പരാതി നൽകുകയും ചെയ്തു. എന്നാൽ ഇതിനുള്ള പ്രതിഫലമായി ഇവർക്ക് ലഭിച്ചത് ഒരു വകുപ്പ് മാറ്റമാണ്. വകുപ്പ് മാറ്റം ലഭിച്ചു എന്ന് മാത്രമല്ല, ഇത് തനിക്കെതിരെയുള്ള ശിക്ഷാ നടപടിയാണെന്ന് അതിക്രമി തന്റെ മുഖത്തു നോക്കി പറയുന്ന സാഹചര്യവും ഉണ്ടായെന്നും വീണ ചന്ദ് വ്യക്തമാക്കുന്നുണ്ട്. വീണ ചന്ദിന്റെ വെളിപ്പെടുത്തൽ അഞ്ജനയുടേതിനേക്കാൾ ഗുരുതരമാണ്. കാരണം അവർ ഇപ്പോഴും റിപ്പോർട്ടർ ടിവിയുടെ ഭാഗമാണ്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ചാനലിലെ മുൻ പ്രോഗ്രാം പ്രൊഡ്യൂസറും സബ് എഡിറ്ററുമായിരുന്ന അമൃത എം രാജും രംഗത്തെത്തി. തനിക്ക് അഞ്ജനയുടെ വെളിപ്പെടുത്തൽ തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തുവാനുള്ള ആത്മവിശ്വാസം പകർന്നു നൽകിയെന്നാണ് അമൃത എം രാജ് വ്യക്തമാക്കുന്നത്. താനും താമസിയാതെ തന്നെ ഒരു നീണ്ട കഥയുമായി ഗുരുതരമായ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തുമെന്നും കമന്റായും പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റുമായും അമൃത സമൂഹ മാധ്യമത്തിൽ കുറിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ റിപ്പോർട്ടർ ടിവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഉയർന്ന തസ്തികയിൽ ജോലി അനുഷ്ഠിച്ചിട്ടുള്ള 3 വനിതാ മാധ്യമ പ്രവർത്തകർ തൊഴിലിടങ്ങളിൽ തങ്ങൾ ലൈംഗിക അതിക്രമങ്ങൾ നേരിട്ടു എന്ന് മാത്രമല്ല, അതിനെതിരെ പരാതിപ്പെട്ടപ്പോൾ തങ്ങളുടെ ശബ്ദം അവഗണിക്കപ്പെട്ടുവെന്നും തങ്ങൾക്ക് നേരെ പ്രതികാര നടപടി ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് വെളിപ്പെടുത്തുന്നത്. ഇതോടുകൂടി റിപ്പോർട്ടർ ചാനലിന്റെ ഉടമകളായ ആന്റോ അഗസ്റ്റിനും മറ്റ് അഗസ്റ്റിൻ സഹോദരങ്ങളും റിപ്പോർട്ടർ ചാനലിന്റെ വാർത്താ മുഖമായ അരുൺ കുമാറും സുജയ പാർവതിയും എല്ലാം പ്രതിരോധത്തിലാകുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. കാരണം സഹപ്രവർത്തകരായ സ്ത്രീകൾക്ക് നീതി നേടിക്കൊടുക്കുവാൻ സാധിക്കാത്തവർ, സഹപ്രവർത്തകരായ സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടേണ്ടി വന്ന ലൈംഗിക അതിക്രമത്തെ ഒതുക്കി തീർക്കുവാൻ ശ്രമിച്ചവരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെയും കോൺഗ്രസിനെയും സദാചാരം പഠിപ്പിക്കാൻ ഇറങ്ങിയിട്ടുള്ളത് എന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ ഈ ആരോപണങ്ങൾ ഉയർന്നു വന്നത് തികച്ചും യാദൃശ്ചികമാണ് എന്ന് പറയുവാൻ കഴിയില്ല. കാരണം ഇവിടെ ഷാഫി പറമ്പിൽ എന്ന രാഷ്ട്രീയ നേതാവിന്റെ ശൈലി ഏവർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടറിൽ നിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഇരകളെ അയാൾ തേടിപ്പിടിച്ചതാവാം, വെളിപ്പെടുത്തലുകൾ നടത്തുവാൻ അവർക്ക് അയാൾ ആത്മവിശ്വാസം പകർന്നു കൊടുത്തതാവാം. അങ്ങനെ ഷാഫി പക പോക്കുവാൻ ഇറങ്ങിയിരിക്കുകയാണ് എങ്കിൽ അത് റിപ്പോർട്ടർ ടിവിയും മാനേജ്മെന്റും അവരുടെ വാർത്താമുഖമായ അരുൺകുമാറുമെല്ലാം താങ്ങുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കും. കാരണം പട്ടാമ്പി കോളേജിലെ KSUവിന്റെ യൂണിറ്റ് സെക്രട്ടറി എന്ന പദവിയിൽ നിന്ന് അയാൾ 3 വട്ടം കേരള നിയമസഭയിലേക്ക് ഈ ശ്രീധരൻ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരെ മലർത്തിയടിച്ച് വിജയിച്ചു കയറിയിട്ടുണ്ടെങ്കിൽ, വടകര പോലൊരു മണ്ഡലത്തിൽ KK ശൈലജയെ പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ജനകീയതയുടെയും ജനപിന്തുണയുടെയും കൈക്കരുത്തിൽ തന്നെയാണ്. കേരള നിയമസഭയിൽ പിണറായി വിജയനെയും ഇന്ത്യൻ ലോക്സഭയിൽ നരേന്ദ്രമോദിയെയും BJP ഭരണകൂടത്തെയും ശക്തമായ വാദമുഖങ്ങൾ ഉയർത്തി അയാൾ ഉത്തരം മുട്ടിക്കുന്നത് നാം പലവട്ടം കണ്ടിട്ടുള്ള കാഴ്ചയാണ്. അയാൾ മിക്കവാറും സമയങ്ങളിലും ശാന്തനും സൗമ്യനുമാണ്. പക്ഷേ താൻ വേട്ടയാടപ്പെടുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ തൻ്റെ എതിരാളിക്ക് നേരെ പ്രത്യാക്രമണം നടത്തുവാനും അവരെ ഇല്ലായ്മ ചെയ്യുവാനുമുള്ള വല്ലാത്തൊരു അക്രമോത്സുകത, വന്യമായ അക്രമോത്സുകത പുഞ്ചിരിയിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് അയാൾ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നടക്കുന്നതും പൊതുപ്രവർത്തനം നടത്തുന്നതും. വല്ലാത്തൊരു ഘ്രാണശക്തി ഇക്കാര്യത്തിൽ അയാൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ വേട്ട ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ റിപ്പോർട്ടർ ടിവിക്കും ആന്റോ അഗസ്റ്റിനും മറ്റ് സഹോദരങ്ങൾക്കും ഡോക്ടർ അരുൺകുമാറിനുമെല്ലാം പിടിച്ചു നിർപ്പ് ഏറെ ക്ലേശകരമാകും. കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഒളിക്കാനും മറയ്ക്കാനുമുണ്ട്.
അവരുടെ നിയന്ത്രണത്തിലുള്ള റിപ്പോർട്ടർ തൊഴിൽ സ്ഥലങ്ങളിൽ വനിതാ ജീവനക്കാർ നേരിടുന്ന ലൈംഗിക അതിക്രമം മാത്രമാവില്ല ഇത്. നേരെ മറിച്ച് ഇവർ നടത്തിയിട്ടുള്ള കോടികളുടെ വനം കൊള്ളയുടെ കഥകൾ വരെ ഷാഫി കുഴിമാന്തി പുറത്തിടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിനാൽ തന്നെ കേരളം ഇനി കാണാനിരിക്കുന്നത് കോൺഗ്രസിന്റെയും ഷാഫിയുടെയും ഭാഗത്തു നിന്നുള്ള ശക്തമായ പ്രത്യാക്രമണങ്ങൾ തന്നെയാകും. കേരള രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്നത് ആരോപണ പ്രത്യാരോപണങ്ങളുടെ കനത്ത കെട്ടുകാഴ്ചയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ രാഷ്ട്രീയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് റിപ്പോർട്ടർ ടിവിക്കും മാനേജ്മെന്റിനും വാർത്താമുഖങ്ങൾക്കും ഷാഫിയുടെ പ്രത്യാക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുമോ എന്ന ചോദ്യം പ്രേക്ഷകർക്കായി വിട്ടു നൽകിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.